സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. തുടങ്ങുകയാണ് ഈ കാര്യം, ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. അല്ലേ ഗൈസ്? ഓക്കെ, നമ്മൾ ഈ കാര്യം ഇവിടെ നിന്ന് തോന്നുകയാണ്. വേറെ സൗണ്ട് വരുന്നില്ല, അതോ അതിൻ്റെ ആക്കണ്ട. ഓക്കെ, അതാണ് വന്നിട്ടുണ്ട്. ഹലോ ലോയർ ഫോട്ടോ എടുത്തില്ല. ഫോട്ടോ എടുത്ത് 8-4 എനിക്ക് കിട്ടി. ഇത് നമ്പർ ശരിയാണ്. അവിടെയും അപ്പിയറൻസ് അടിയാണ്. അപ്പിയറൻസ് നോക്കട്ടെ. അപ്പിയറൻസ് ഗുഡ് ഫോർ മോർ ഓൺ ലെഫ്റ്റ് സ്റ്റിക്കർ. ഞാൻ ഇയാളുടെ 1152. Help me out. Romantically speaking, for I visited today. Electric, undisputed, ultimate, now Help me out. Oud world, the world of Oud. Rose brand candles. Water pipes, Pantella, Chumma. You are watching 24. How got a Roblox gift card in 6 days? Step 1. Download the Bing app and sign up for Microsoft Rewards. Step 2. Search with Bing and earn rewards points. You'll അടിക്കുട്ടിമല നീലിപ്പാറ മേഖലകളാണ് കാട്ടുതീ കണ്ടത്. ഇന്നലെ തുടങ്ങിയ കാട്ടുതീ ഇനിയും നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ അറിയിക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ ടെലിഫോണിൽ ചേരുന്നു. ശ്രീജിത്ത്, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ധോണിയുടെ അടുത്ത പ്രദേശമാണ്. നമുക്കിപ്പോൾ ലഭിച്ച ദൃശ്യങ്ങൾ ആ പ്രദേശത്തെ നാട്ടുകാരും ഫയർഫോഴ്സിലെ ചില ആളുകളും ഒക്കെ എടുത്ത് അയച്ച ദൃശ്യങ്ങളാണ്. നമുക്കടക്കം അങ്ങോട്ട് എത്തിപ്പെടാനുള്ള സാധ്യത വളരെ വിരളമാണ്. എന്തായാലും ഈ മേഖലയിൽ ഇന്നലെ തുടങ്ങിയ കാട്ടുതീയാണ്. അത് അതിനുശേഷം അണയുമെന്നാണ് പറയുന്നത്. പക്ഷെ ഇന്ന് വൈകിട്ടോടുകൂടി കാര്യമായ രീതിയിലുള്ള കാട്ടുതീ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ജനവാസ മേഖലയല്ല, ഒരു മലയാണ്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളുണ്ടാകുമെന്നാണ് ഫയർഫോഴ്സ് അധികൃതരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാര്യമായ പ്രശ്നങ്ങളില്ല, പക്ഷെ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയെന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. വനപ്രദേശമാണ്, വനംവകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള മേഖലയാണ്. ആ പ്രദേശത്ത് വനംവകുപ്പ് അധികൃതർ എത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ആരോ തീയിട്ടതാണെന്നൊരു സംശയം നിലവിൽ ഇപ്പോൾ ഒരു അപകടത്തിന്റെ വാർത്തകൾക്ക് മണ്ണാർക്കാട് ഒരു വാഹനാപകടമുണ്ടായി. സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിലാണ് ഈ അപകടം നടന്നത്. പാലക്കാട് ഭാഗത്തു നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന സ്കൂട്ടറിന് പിറകിൽ ലോറി ഇടിച്ചാണ് ഒരാൾ മരിച്ചത്. ലോറിയുടെ കയറി ഇറങ്ങി എന്നുള്ള വാർത്തയും ജയരാജനാണ് മരിച്ചത്. 63 വയസ്സുള്ള ഇപ്പോൾ മണ്ണാർക്കാട് സങ്കടകരമായി പോയി. കാരണം ഈ അപകടത്തിന്റെ വാർത്ത ഇങ്ങനെ വരികയാണ്. നമ്മൾ കുറച്ചധികം സമയം സ്ക്രീനിൽ നിൽക്കുന്നത് കാരണം ഇങ്ങനെ അപകടം നമ്മുടെ തലയിലൂടെ ഓടിക്കൊണ്ടിരിക്കുക. ഈ മണിക്കൂർ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് ഹെഡ്ലൈൻസ്.
റിപ്പോർട്ടറിനോട് പരോക്ഷ വിമർശനവുമായി ജി സുധാകരൻ. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഏതു തരത്തിലുള്ള രാഷ്ട്രീയം നടന്നാലും യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു മാനദണ്ഡം കൊണ്ടുവന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ മാറി. ഞാനതിനെതിരെ അതിന് പരാതിയൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ എന്റെ അഭിപ്രായം ഞാൻ പറയുകയാണ്, യോഗ്യതയാണ് മാനദണ്ഡമെന്ന് ഇപ്പൊ പൂർണ്ണമാഷിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും തെളിയിക്കുകയാണ്. തനിക്ക് 10 കൊല്ലം കൂടി നേതൃത്വത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നുവെന്ന മുൻ മന്ത്രി കൂടിയായ ജി സുധാകരൻ 24-നോട്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടർന്ന ആശാ വർക്കേഴ്സിനെതിരെ വീണ്ടും പോലീസ്. മഹാസംഗമത്തിൽ പങ്കെടുത്ത 14 പേർക്ക് കൂടി നോട്ടീസ് അയച്ചു. ജോസഫ് സി മാത്യു, ഡോക്ടർ കെ ജി താര എന്നിവർ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും. സമരം ചെയ്യുന്ന ഈർക്കിൽ സംഘടന എന്ന് പരിഹസിച്ച വീണ്ടും ഇളമരം കരി. ഏതോ ഒരു യൂത്ത് സംഘടന അവർക്ക് ഒറ്റക്ക് അവരുടെ സംഘടനാ ശക്തിയോട് സംഭവിക്കുന്നത് പിന്നിൽ ആരും ഉണ്ടാവാം. പിന്നെ നല്ല മീഡിയ അറ്റൻഷൻ കിട്ടിയപ്പോൾ അവർക്കൊരു ഹരമായി. അപ്പോ അങ്ങനെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റിയുള്ള ആവേശത്തിലായിരിക്കാം അവർ കണ്ടിന്യൂ ചെയ്തത്. LDF-നെ കടന്നാക്രമിക്കാനുള്ള വടിയായി സമരത്തെ മാറ്റുന്നുവെന്ന് ബിനോയ് വിശ്വം. സമരം ഏറ്റെടുക്കുന്ന കോൺഗ്രസ് ഐക്യദാർഢ്യവുമായി ഡോക്ടർ ശശി തരൂർ ഇന്ന് വൈകുന്നേരം സമരം. സംസ്ഥാന കോൺഗ്രസിൽ നേതൃമാറ്റത്തിന് കളമൊരുങ്ങുന്നു. ഹൈക്കമാൻഡ് കൈക്കൊള്ളുന്ന ഏത് തീരുമാനവും അംഗീകരിക്കുമെന്ന് കെ സുധാകരൻ. AICC ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്ക് എന്നെ മാറ്റണമെന്നാണെങ്കിൽ ആ മാറ്റൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്കൊരു പ്രശ്നമില്ല, എനിക്കൊരു പരാതിയുമില്ല, തൃപ്തനാണ്. ഞാനിപ്പം തന്നെ രാഷ്ട്രീയത്തിൽ തൃപ്തനാണ്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് അടൂർ പ്രകാശ്, ബെന്നി ബഹനാൻ, റോജി എം ജോൺ എന്നിവരുടെ പേരുകൾ പരിഗണനയ്ക്ക് കെ സുധാകരനെ മാറ്റേണ്ടതില്ലെന്ന് ഡോക്ടർ തരൂർ. ക്രൗഡ്ഫുള്ളറായ രാഷ്ട്രീയ നേതാവാണ് തരൂർ എന്ന് പ്രശംസിച്ച മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ. വെഞ്ഞാറമൂടിലെ കൊലപാതക പരമ്പരയ്ക്ക് പിന്നിൽ കടം കാരണം കുടുംബം തകരുമെന്ന അഫാന്റെ ചിന്തയെന്ന സംശയം. പ്രതിയുടെയും കുടുംബത്തിന്റെയും സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച അന്വേഷണം. ക്രൂര കൊലപാതകങ്ങൾക്കിടെ അഫാൻ ബാറിലെത്തി മദ്യം വാങ്ങിയെന്ന് പോലീസ്. കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഫർസാന പ്രതിയെ കാണാനെത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. ചികിത്സയിൽ കഴിയുന്ന ഷെമിയുടെ ആരോഗ്യനില മെച്ചമെന്ന് ശ്രീഗോകുലം മെഡിക്കൽ കോളേജ്. അഫാന് ചികിത്സ തുടരണമെന്ന മെഡിക്കൽ ബോർഡ്. ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കുന്നത് എതിർ സത്യവാങ്മൂലമായി കേന്ദ്ര സർക്കാർ. സുപ്രീം കോടതിയിലാണ് കേസ്. ആജീവനാന്ത വിലക്ക് കടുത്ത നടപടിയാണ്. നിയമനിർമ്മാണ സഭകളുടെ പരിധിയിൽ വരുന്ന വിഷയമെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയത് BJP നേതാവ് അശ്വിനി കുമാർ ഉപാധ്യായ നൽകിയ ഹർജിയിൽ. സംസ്ഥാനത്തെ വന്യമൃഗ ആക്രമണങ്ങളിൽ രൂക്ഷമായി പ്രതികരിച്ച ഹൈക്കോടതി. ജനം മരണഭീതിയിലെന്നും ആശ്വാസവാക്കോ ധനസഹായമോ പരിഹാരമല്ലെന്നും വിമർശനം. കടുത്ത നടപടികളെടുക്കാൻ തടസ്സമാകുന്നത് കേന്ദ്ര വന നിയമമെന്ന് ജോസ് കെ മാണി ഇന്ന് 24-നോട് പറഞ്ഞു. പുറത്തേക്കോ വന്യമൃഗത്തിനെ അകത്ത് കയറി ആരെ അറ്റാക്ക് ചെയ്താലും അവരെ പിടിച്ച് ജയിലിൽ അടച്ചോട്ടെ. പക്ഷെ പുറത്തേക്ക് വരുമ്പോൾ സംരക്ഷണം കൊടുക്കുന്നത് ജനത്തിനാണ്. അതിലാണ് ഒരു ഭേദഗതി വേണ്ടത്. ആദിവാസികളെയും മലയോര കർഷകരെയും കുടിയൊഴിപ്പിക്കാനുള്ള ഗൂഢശ്രമമെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് അംബ്ലാനി. ചലച്ചിത്ര നിർമ്മാതാക്കളായ ആന്റണി പെരുമ്പാവൂരും ജി സുരേഷ് കുമാറും തമ്മിലുള്ള തർക്കം ഫിലിം ചേംബർ ഇടപെട്ട് ഒത്തുതീർപ്പാക്കി. ജി സുരേഷ് കുമാറിനെതിരായ ആന്റണി പെരുമ്പാവൂർ പിൻവലിച്ചു. എമ്പുരാൻ സിനിമയുടെ ബജറ്റിനെ കുറിച്ചുള്ള പരാമർശം പിൻവലിക്കുന്നതായി ജി സുരേഷ് കുമാർ. തർക്കം തീർന്നെങ്കിലും സിനിമാ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന ഫിലിം ചേംബർ. ശിവരാത്രിക്കായി ഒരുക്കങ്ങൾ തുടങ്ങി. ആലുവ മണപ്പുറത്ത് ബലിതർപ്പണത്തിന് വൻ തിരക്ക്. ചടങ്ങ് നാളെ ഉച്ചവരെ നീണ്ടുപോകും. മഹാകുംഭമേളയുടെ സമാപന ദിനത്തിൽ പ്രയാഗ്രാജിലേക്ക് തീർത്ഥാടക. This app called Bust AI. When faced with difficult math problems, just take a picture. Wait 1 second. Bang! Problem solved. I suggest you try this. മാർച്ച് മാസത്തിൽ മഴ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. പാലക്കാട് ധോണിയിൽ കാട്ടുതീ പടരുന്നു. ഇന്നലെ മുതൽ തുടങ്ങിയ കാട്ടുതീ നിയന്ത്രണ വിധേയമായിട്ടില്ല. രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളത്തിനെതിരെ വിദർഭ ഭേദപ്പെട്ട സ്കോറിൽ ഒന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ ആതിഥേയർ 4 വിക്കറ്റ് നഷ്ടത്തിൽ 254 റൺസ് എന്ന നിലയിൽ 132 റൺസുമായി നിലയുറപ്പിച്ച് ഡാനിഷ് മാലേവാൾ. സമഗ്ര കവറേജുമായി ടീം 24 നാഗ്പൂരിൽ. പ്രധാന വാർത്തകൾ കഴിഞ്ഞു.
നോക്കടാ. മറ്റു വാർത്തകളിലേക്ക് വിശദമായി ഇനി അതിക്രമത്തിന്റെ വാർത്തയിലേക്കാണ് നമ്മൾ വരുന്നത്. കൊച്ചി കാക്കനാട് തെങ്ങോട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ്സുകാരിക്ക് സ്കൂളിൽ ദുരനുഭവം ഉണ്ടായി. സഹപാഠികൾ കൊണ്ടുവന്ന നായ്ക്കൊന്ന പൊടി ദേഹത്ത് വീണ് പെൺകുട്ടിക്ക് ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പരാതി ഉയരുന്നു. ജൂനിയറായ മറ്റൊരു കുട്ടിക്ക് നേരെ പ്രയോഗിക്കാൻ കൊണ്ടുവന്ന പൊടിയാണ് സഹപാഠികൾ ഈ കുട്ടിയുടെ നേർക്ക് തൂകിയത്. 4-3 എന്റെ കൂട്ടുകാരായ അനന്യ നായ്ക്കണക്കൊരു ക്ലാസ്സൊക്കെ നിന്ന് അവളൊരു പോളിത്തീൻ കവർ നിറച്ച് എക്സാം കഴിഞ്ഞ് ഇടയില് അവരെ കൊണ്ടുവന്ന് എഴുതുകയാണ് എനിക്ക് ചെയ്തത്. ഞാൻ ചെന്ന് കുളിച്ച് ഡ്രസ്സ് ഫുള്ള് അയക്കുന്നോറും ഇതിന്റെ പൊടി എന്റെ ഉള്ളിലേക്ക് എന്റെ സ്വകാര്യ ഭാഗങ്ങളിലേക്കൊക്കെ എത്രയാണ് ഈ പൊടി. എനിക്ക് ഭയങ്കര ചൊറിച്ചില്, ഭയങ്കര സഹിക്കാൻ കഴിയാത്തൊരു ചൊറിച്ചിലാണ് ഇതിന്റെ. എന്റെ HM ചാർജുള്ള ടീച്ചറും അറിഞ്ഞിട്ട് ഈ വിവരം എന്റെ അടുത്തേക്ക് പോലും ആശ്വസിപ്പിക്കാൻ പോലും ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നില്ല. യൂറിൻ പാസ് ചെയ്യാൻ പറ്റൂല. യൂറിൻ പോണ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു എനിക്ക്. ഹോസ്പിറ്റലിൽ പിറ്റേ ദിവസം വന്നു കഴിഞ്ഞിട്ട് ഞാൻ പറയണ ഒരു കാര്യം വൃത്തിയായിട്ട് എഴുതിയെടുത്തില്ല. പിന്നെ എനിക്ക് വായിച്ചു നോക്കാൻ പോലും തന്നു പോലല്ല. എന്റെ അമ്മേനെ മാറ്റി നിർത്തിയാണ് അവർ മൊഴി എടുത്തത്. 15 ദിവസം പെൺകുട്ടി ആശുപത്രിയിൽ കഴിഞ്ഞു. പരാതി നൽകിയിട്ടും സ്കൂൾ അധികൃതർ നടപടി എടുത്തിട്ടില്ലെന്നാണ് കുട്ടിയുടെ അമ്മയുടെ പരാതി. ഇൻഫോ പാർക്ക് പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷനെ സമീപിച്ചതെന്നും കുട്ടിയുടെ അമ്മ 24-നോട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്കൂളിലെ അധ്യാപകരും എല്ലാം വളരെ കുട്ടിയോട് മോശമായ രീതിയിലാണ് പെരുമാറിയിട്ടുള്ളത്. 6-ാം തീയതി കുട്ടി ഗൈനിക്കിന്റെ അടുത്ത് കൊണ്ട് ചെന്നപ്പോഴാണ് കുട്ടിക്ക് മൂത്രാശയ ബുദ്ധിമുട്ടുകൾ, മൂത്രം പോകാത്ത തരത്തിലുള്ള അത്രയും പെയിൻ സഹിക്കുന്ന വിവരം ഡോക്ടറിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടിയെ നിർബന്ധിച്ച് ക്ലാസ്സിലേക്ക് ഹാജറില്ല, അറ്റൻഡൻസ് ഇല്ല, ഈ വർഷം നിനക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ് അധ്യാപകനായിട്ടുള്ള ശ്രീകാന്ത് സർ കുട്ടിയെ നിർബന്ധപൂർവ്വം ക്ലാസ്സിലേക്ക് വരുത്തുവാനുള്ള ശ്രമം നടത്തുകയുണ്ടായിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇൻഫോ പാർക്ക് സ്റ്റേഷനിൽ 17-ാം തീയതിയാണ് പരാതിക്ക് പോയത്. കൂട്ടത്തിലിരുന്ന മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതിൽ നിന്ന് എനിക്ക് വ്യക്തമായി അറിയാൻ കഴിഞ്ഞത് എനിക്ക് ഈ സ്റ്റേഷനിൽ നിന്ന് നീതി കിട്ടില്ല എന്ന് തന്നെയാണ്. ഈ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ തത്സമയം പ്രൈം ടൈമിൽ വരുന്നു. ശ്യാം, യഥാർത്ഥത്തിൽ ഇതുവരെ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഈ പരാതി പുറത്താരും പറഞ്ഞില്ല. പോലീസിന് പരാതി കൊടുത്തു, പോലീസ് പരിഗണിച്ചില്ല.